KSRTC ബസ് കാലിലൂടെ കയറി ഗുരുതരമായി പരിക്കേറ്റ വയോധികയുടെ കാൽ മുറിച്ചു കളയേണ്ടി വന്നു എന്ന് കുടുംബം. വയനാട് സ്വദേശിനി ജാനുവിനാണ് പരിക്കേറ്റത്. തിരഞ്ഞെടുപ്പ് ദിവസം വയനാട്ടിൽ പോയി വോട്ട് ചെയ്ത് തിരികെ മടങ്ങുമ്പോൾ ചിപ്പിലിത്തോട് വെച്ചാണ് അപകടമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ ജാനു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഫോട്ടോ എടുത്താൽ ഒരു പെണ്ണുങ്ങളെ കാലോടിച്ചിട്ട് ഞങ്ങളെ ഫോട്ടോ ആണല്ലോ. തിരഞ്ഞെടുപ്പ് ദിവസം വയനാട് വൈത്തിരിയിൽ വോട്ട് ചെയ്ത് തിരികെ ചിപ്പിലിത്തോടേക്ക് മടങ്ങുന്നതിനിടയിലാണ് ജാനുവിന് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുന്നത്. ജാനുവിന്റെ മകൾ മിനി ഒപ്പം ചേരുന്നുണ്ട്. ശരിക്കും ഇത് എന്തായിരുന്നു സംഭവം? അമ്മ ബസ് ഇറങ്ങുന്നതിന് മുമ്പേ ബസ് എടുത്തവർ. അപ്പം അങ്ങനെ അമ്മ തെറിച്ച് വീണു, കാലിൽ കൂടെ ബസ് കയറി സ്റ്റെപ്പ് ഇറങ്ങിയ വഴിയിലൂടെ അമ്മ ഇറങ്ങുമ്പോഴത്തേനും അമ്മ ഒരു പിടി വിട്ടിട്ടില്ല കമ്പിയിൽ നിന്ന്. അപ്പത്തിന് വണ്ടി എടുത്തവർ. അപ്പത്തിന് അമ്മ വീണു, താഴോട്ട് വീണു. അപ്പത്തിന് അമ്മൻ്റെ കാലിൽ കൂടെ അമ്മ മലനടിച്ച് വീണു, കാലിൽ കൂടെ ചക്രം കയറി. ശ്രദ്ധിക്കാതെ വണ്ടി എടുത്തു. അപ്പത്തിന് അമ്മ അങ്ങനെ അപകടം പറ്റി. അമ്മയ്ക്ക് പൂർണ്ണമായും ഒരു കാലിലൂടെ വണ്ടി കയറി ഒരു കാലിൻ്റെ മുട്ടിൻ്റെ അവിടെ നിന്ന് താഴോട്ട് മുറിച്ചു കളഞ്ഞു. അപ്പം തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരായിരുന്നു. അപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. ബസ്സുകാരോട് സംസാരിച്ചിരുന്നു. അവരടുത്താണ് തെറ്റ് ഫുള്ളും, പക്ഷെ അവർ സമ്മതിക്കുന്നില്ല. ഉടനെ തന്നെ ഏത് ആശുപത്രിയിലേക്കാണ് കൊണ്ടുവന്നത്? ഇങ്ങാപ്പുഴ മിനിസ്റ്റിൽ, അവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നു. പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്? പരാതി കൊടുത്തു, താമരശ്ശേരി സ്റ്റേഷനിൽ പരാതി കൊടുത്തു. പോലീസ് എന്താ പറയുന്നത്? പോലീസ് അന്വേഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ബസ് നിർത്തേണ്ട സ്ഥലത്തല്ല ബസ് നിർത്തിയിരിക്കുന്നത്, ഒരു ഡ്രൈനേജിൻ്റെ സൈഡിലാണ് ബസ് നിർത്തിയത്. അപ്പോൾ അതിന് ഇറങ്ങുന്ന വഴിക്ക് തന്നെ ബസ് എടുക്കുമ്പോൾ അവിടുന്ന് വീഴുമ്പോൾ തന്നെ കറക്റ്റ് കാല് കയറാനുള്ള ഒരു സിറ്റുവേഷൻ അവിടെ നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതിപ്പോൾ ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും അനാശാസ്യം മൂലം തന്നെയാണുള്ളത്. അതായത് ദേഷ്യം പിടിക്കുകയാണ് ചെയ്തത് നാട്ടുകാരോട്. അവർ വീഡിയോ എടുത്തപ്പോൾ അവരോട് ദേഷ്യം പിടിക്കുക ചെയ്തത്. അമ്മയെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് നാട്ടുകാർ കൂടിയിട്ടാണ്. അപ്പോൾ ഈ ബസ്സിന്റെ ഡ്രൈവറും കണ്ടക്ടറും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ആശുപത്രിയിലേക്കൊക്കെ വന്നിരുന്നോ? ഇല്ല, അവരവിടെ തന്നെയാണ് ഉണ്ടായിരുന്നത്, അവരിങ്ങോട്ട് വന്നിട്ടില്ല ഇതുവരെ. ഇത് ബസ് നിലമ്പൂർ ഡിപ്പോലെയാണ്? നിലമ്പൂർ ഡിപ്പോലെ ബസ്. ഈ കണ്ടക്ടറുടെയോ അല്ലെങ്കിൽ ഡ്രൈവറുടെയോ പേരോ വിവരങ്ങളോ എന്തെങ്കിലും അറിയോ? ഇല്ല, അങ്ങനത്തെ വിവരങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ബസ്സിന്റെ ഫോട്ടോസും കാര്യങ്ങളും ഉണ്ട്. അമ്മ സംസാരിച്ചിരുന്നു? അമ്മ എന്താ പറയുന്നത്? അപ്പം പറഞ്ഞ് എൻ്റെ അടുത്തല്ല തെറ്റ്, അവരെടുത്താ തെറ്റെന്ന് പറഞ്ഞു. അവർ ബസ് എടുത്താൽ വേഗം അപ്പത്തിന് എൻ്റെ കൈപ്പിടി വിട്ടുപോയി, ഞാൻ വീണു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു കാല് മുറിച്ച് കളയേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അപ്പോൾ കൃത്യമായൊരു നഷ്ടപരിഹാരവുമായി മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ കേസുമായി മുന്നോട്ട് പോകുന്ന ഉള്ളതാണ്? എല്ലാവരും പറ്റില്ല, കാല് പോയില്ല അമ്മേടെ. ഇനി അമ്മയ്ക്ക് ജീവിക്കണ വേറെ മാർഗ്ഗമില്ല. അമ്മ റിസോർട്ടിൽ പണിയെടുക്കുന്ന ഒരു വ്യക്തിയാണ്. പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴും പരാതി സ്വീകരിച്ചു എന്നല്ലാത്ത അതിനപ്പുറത്തോട്ട് മൊഴിയെടുക്കാൻ വന്നിട്ടില്ല, ആരും വന്നിട്ടില്ല. ഇതുവരെ ആരും എത്തിയിട്ടില്ല. നിലമ്പൂർ ഡിപ്പോയിൽ നിന്നുള്ള ബസ്സാണ് ഇത്തരത്തിൽ പ്രശ്നമുണ്ടായത് എന്നുള്ളതാണ് പറയുന്നത്. ഇതുവരെ പോലീസ് താമരശ്ശേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് കേസ് എടുത്തിട്ടില്ല, പരാതി സ്വീകരിച്ചിട്ടുണ്ട്, നടപടികളിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. അഞ്ജന സുകുമാരൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.